ആഗോള അയ്യപ്പ സംഗമത്തിൽ ചോദ്യങ്ങളുമായി ഹൈക്കോടതി. ഇതിൽ സർക്കാരിന്റെ റോൾ എന്താണ്? അയ്യപ്പന്റെ പേരിൽ പണം പിരിക്കാൻ കഴിയുമോ എന്നും കോടതി. അയ്യപ്പന്റെ പേരിൽ പണപ്പിരിവ് നടത്തുന്നില്ലെന്ന് സർക്കാരും ദേവസ്വം ബോർഡും മറുപടി പറഞ്ഞു. കൗതുകകരമായ പരാമർശങ്ങളാണ് കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. ബില്ലിൽ കഴിഞ്ഞ തവണ കേസ് ഹർജി പരിഗണിക്കുന്ന സമയത്തും ഇത്തരമുള്ള ചില ചോദ്യങ്ങൾ പ്രാഥമികമായി നടത്തിയിരുന്നു. ഇന്നിപ്പോൾ എന്തൊക്കെ ചോദ്യങ്ങൾ കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു? അതിൽ സർക്കാരിൻ്റെ മറുപടി, ദേവസ്വം ബോർഡിൻ്റെ മറുപടി എന്തായിരുന്നു? ആഗോള അയ്യപ്പ സംഗമത്തിനെതിരായ ഹർജികൾ ഇപ്പോൾ ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ചാണ് പരിഗണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിൽ കോടതി ഇന്ന് ഉയർത്തിയ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ഇവയാണ്. അതായത് ആഗോള അയ്യപ്പ സംഗമത്തിൽ സർക്കാരിൻ്റെ റോൾ എന്താണ്? അവിടെ ആരെയൊക്കെയാണ് ക്ഷണിക്കുന്നത്? അവിടെ പണപ്പിരിവ് നടക്കുന്നുണ്ടോ? പണം പിരിവ് നടന്നാൽ ആ പണം എന്തിനുപയോഗിക്കുന്നു തുടങ്ങിയ കാര്യങ്ങളാണ് കോടതിക്ക് അറിയാനുണ്ടായിരുന്നത്. സർക്കാരിന് വേണ്ടി അഡ്വക്കേറ്റ് ജനറൽ കെ ഗോപാലകൃഷ്ണക്കുറുപ്പ് നേരിട്ട് വന്നാണ് ഈ കേസുകളിൽ വാദം നടത്തുന്നത്. സർക്കാർ ഈ കേസിനെ തന്നെ വളരെ പ്രാധാന്യത്തോടെ കാണുന്നു എന്നതാണ് അതിൽ നിന്ന് തന്നെ വ്യക്തമാകുന്നത്. ഇതിലേറ്റവും പ്രധാനപ്പെട്ട നിലപാടായി സർക്കാർ അറിയിച്ചിരിക്കുന്നത് ഇത് ശബരിമലയുടെ വികസനത്തിന് വേണ്ടിയാണ് ഈ പരിപാടി സംഘടിപ്പിക്കുന്നത്. ആരിൽ നിന്നും നിർബന്ധിതമായ ഒരു പണപ്പിരിവും അവിടെ നടക്കുന്നില്ല. സ്പോൺസർഷിപ്പ് വാങ്ങുന്നുണ്ട്. ആ സ്പോൺസർഷിപ്പ് വാങ്ങാൻ ഒരു ഉദ്യോഗസ്ഥരടങ്ങുന്ന ഒരു സ്പോൺസർഷിപ്പ് കമ്മിറ്റിയെ തന്നെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. ശബരിമലയുടെ വികസനത്തിന് അതെല്ലാം ആവശ്യമാണ്. 1300 കോടിയോളം രൂപയാണ് ശബരിമലയുടെ മാസ്റ്റർ പ്ലാൻ നടത്തിപ്പിന് വേണ്ടി വരുന്നത്. അതോടൊപ്പം തന്നെ റോപ്പ് വേ അടക്കമുള്ള മറ്റ് നിർമ്മാണ പ്രവൃത്തികളുമുണ്ട്. അതിനൊക്കെ ആരെങ്കിലും സഹായിക്കാൻ മുന്നോട്ട് വന്നാൽ അത് സ്വീകരിക്കേണ്ടതില്ലേ എന്നൊരു ചോദ്യമാണ് സർക്കാരിൻ്റെ ഭാഗത്ത് നിന്നുണ്ടായത്. നേരത്തെ വിജയ് മല്യയ്യ ശബരിമലയിൽ സ്വർണം പൂശിയ കാര്യമടക്കം സർക്കാർ ഇന്ന് കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി. അപ്പോൾ ഉണ്ടായ ഒരു കൗതുകരമായ മറുപടി, ആ പൂവർ മാൻ ഇപ്പോൾ വിദേശത്താണ് എന്നതായിരുന്നു. എന്തായാലും ആഗോള അയ്യപ്പ സംഘവുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളിലും വ്യക്തതയില്ല എന്നതാണ് കോടതി ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ. സർക്കാർ ഇന്ന് കോടതിയെ അറിയിച്ചത് 3000-ഓളം പേരെയാണ് ക്ഷണിക്കുന്നത്. അതിൽ പ്രത്യേക മാനദണ്ഡങ്ങളുണ്ടോ എന്ന് കോടതി ചോദിച്ചു. അങ്ങനെ മാനദണ്ഡങ്ങളൊന്നുമില്ല. ഡിവോട്ടീസിനെ, വിശ്വാസികളെയാണ് അങ്ങോട്ടേക്ക് ക്ഷണിക്കുന്നത്. അവർ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് എങ്ങനെയായിരിക്കണം ശബരിമലയെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്, ഭാവി വികസനം എന്തായിരിക്കണം എന്നത് സംബന്ധിച്ച ചർച്ചയാണ് അവിടെ നടക്കുന്നത്. മാസ്റ്റർ പ്ലാൻ ഈ ആഗോള അയ്യപ്പ സംഗമത്തിന് എത്തുന്നവർക്ക് മുന്നിൽ അവതരിപ്പിക്കും എന്നുകൂടി സർക്കാർ വ്യക്തമാക്കിയിരിക്കുകയാണ്. എന്തായാലും ഹർജിക്കാർ ഈ സംഗമത്തെ ശക്തമായി എതിർക്കുകയാണ്. അവർ പറയുന്നത് അയ്യപ്പനെ വിൽക്കുകയാണ് സർക്കാർ ചെയ്യുന്നത്. അത് ഒരു തരത്തിലും അനുവദിക്കാൻ കഴിയില്ല. ഇവിടെ ഒരു കൃത്യമായ തീരുമാനങ്ങളൊന്നും എടുക്കാതെയാണ്, ഒരു രേഖകളൊന്നുമില്ലാതെയാണ് ഈ അയ്യപ്പ സംഘവുമായി ദേവസ്വം ബോർഡ് മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് ഇത് തടയണം എന്ന ആവശ്യമാണ് അവർ ഇപ്പോൾ ഹൈക്കോടതിക്ക് മുന്നിൽ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. ദേവസ്വം ജഡ്ജിനെ സംബന്ധിച്ചോളം പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ്. ശബരിമലയുമായി ബന്ധപ്പെട്ട് എല്ലാ സംഭവങ്ങളിലും വലിയ റോള് വഹിക്കുന്ന ഒരു ബെഞ്ച് കൂടിയാണ് ദേവസ്വം ബെഞ്ച്. അപ്പോൾ ഇനിയുള്ള കാര്യത്തിൽ, ഈ പണത്തിൻ്റെ കാര്യത്തിലൊക്കെ തന്നെ എന്താണ് 4 കോടി ചിലവ് പ്രതീക്ഷിക്കുന്നു. ആ കണ്ടെത്തേണ്ട പണം ഉൾപ്പെടെ സ്പോൺസർഷിപ്പിലൂടെ എന്നൊക്കെയാണ് ദേവസ്വം ബോർഡിൻ്റെ വിശദീകരണങ്ങൾ ദേവസ്വം പ്രസിഡന്റ് തന്നെ പറഞ്ഞത്. അപ്പോൾ ഇതിൻ്റെ ഒരു കൃത്യമായ രൂപരേഖ ഇനിയിപ്പോൾ കോടതിക്ക് മുൻപിൽ വെക്കേണ്ടി വരില്ലേ? അതിൻ്റെ സംബന്ധിച്ചൊക്കെയുള്ള കാര്യങ്ങൾ, ഇനി തുടർ നടപടികൾ എങ്ങനെയാണ് പ്രതീക്ഷിക്കേണ്ടത്? ഹൈക്കോടതി ഇതിൽ എന്ത് തീരുമാനമെടുക്കുമെന്നത് തന്നെയാണ് പ്രധാനം. അതിനനുസരിച്ച് മാത്രമായിരിക്കും അയ്യപ്പ സംഗമത്തിൻ്റെ ഭാവി ഉണ്ടാകുക. എന്തായാലും സർക്കാർ ഇതിനെ വളരെ ഗൗരവത്തോടുകൂടി തന്നെ കണ്ടുകൊണ്ടാണ് AGയെ നേരിട്ട് കളത്തിലിറക്കിയിരിക്കുന്നത്. എന്തായാലും സർക്കാരിൻ്റെ വാദം പൂർത്തിയായിരിക്കുന്നു. സർക്കാർ പറഞ്ഞു വച്ചിരിക്കുന്നത് അവിടെ എത്തുന്നവരിൽ നിന്ന് ആരെയും നിർബന്ധിതമായി ഒരു പണപ്പിരിവ് നടത്തുന്നില്ല. ഒരുപാട് പേരെ ക്ഷണിക്കുന്നുണ്ട്. 3000 പേരെയാണ് ക്ഷണിക്കുന്നത്. ഒറ്റ ദിവസത്തെ പരിപാടിയാണ്. പമ്പ മണപ്പുറത്താണ് പരിപാടി നടക്കുന്നത്. അവിടേക്ക് എത്തുന്നവർക്ക് മുന്നിൽ ഈ സർക്കാരിൻ്റെ ദേവസ്വം ബോർഡ് അവരുടെ ഈ എന്തിനു വേണ്ടി അയ്യപ്പ സംഗമം നടത്തുന്നു എന്നത് വിശദീകരിക്കും. ആളുകളുടെ അഭിപ്രായങ്ങൾ തേടും. അവർ സ്പോൺസർഷിപ്പ് തയ്യാറായി വന്നാൽ, അവർ സംഭാവനകൾ നൽകാൻ തയ്യാറായി വന്നാൽ അത് സ്വീകരിക്കും. ഇതാണ് സർക്കാർ അവസാനമായി പറഞ്ഞു വെച്ചിരിക്കുന്നത്. മറ്റ് നിയമപരമായ കാര്യങ്ങളാണ് എതിർപക്ഷം ഉന്നയിക്കുന്നത്, ഹർജിക്കാർ ഉന്നയിക്കുന്നത്. ഇന്ന് തന്നെ കോടതിയുടെ ഭാഗത്ത് നിന്നൊരു ഉത്തരവ് പ്രതീക്ഷിക്കുന്നില്ല. എന്തായാലും ഈ ഹർജിയിലെ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും ഈ ആഗോള അയ്യപ്പ സംഗമത്തിൻ്റെ ഭാവി അടക്കമുള്ളത്. ശരി, ബില്ലാണ് വിവരങ്ങൾ നൽകിയത്. അയ്യപ്പന്റെ പേരിൽ പണപ്പിരിവ് നടത്താൻ കഴിയുമോ എന്നതടക്കമുള്ള പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് ഇപ്പോൾ ആഗോള അയ്യപ്പ സംഘവുമായി ബന്ധപ്പെട്ട ഹർജിയിന്മേൽ ഹൈക്കോടതിയുടെ ചോദ്യങ്ങൾ.